അജ്ഞാതന്റെ വിളയാട്ടം തുടരുന്നു. ലഷ്കർ-ഇ-തോയ്ബയുടെ പ്രധാന ഫണ്ട് റേസറായ ഭീകരനെ വെടിവെച്ച് കൊന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഗ്വാദി ഷെയ്ഖ് സാദ എന്ന ഭീകരനെയാണ് അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. പള്ളിയിലേക്ക് പ്രാർത്ഥനയ്ക്ക് പോകുന്ന വഴി പുലർച്ചെയാണ് സംഭവം നടന്നത്. ഇതോടുകൂടി അഞ്ചാമത്തെ ഭീകരനെയാണ് അജ്ഞാതർ കഥ കഴിക്കുന്നതും. ഈ രാജ്യത്തിനു നിന്നും ഭീകരന്മാരെ വേരോടെ പിഴുതെറിയുമെന്നതിന്റെ മറ്റൊരു സാക്ഷ്യമാണ് ഈ വാർത്ത. അമിത്ഷായുടെ വാക്കിനെ അന്വർത്ഥമാക്കുകയാണിവർ. ലഷ്കർ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായ ഹാസിഫ് സായിദിന്റെ അടുത്ത ബന്ധുവാണ് ഇയാളെന്നാണ് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം കറാച്ചിയിൽ ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ അഖ്നാദ് അഹമ്മദ് അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരാഴ്ച മുൻപാണ് ലഷ്കറിന്റെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനും ഹാഫിയ സായിദിന്റെ അനന്തരവനുമായ അബു ഗത്തയെ അജ്ഞാതർ വെടിവെച്ച് കൊല്ലുന്നത്. ബന്ധുക്കളും കൂട്ടാളികളും അജ്ഞാതരിൽ കൊല്ലപ്പെടുന്നത് പതിവായതോടെ തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ സായിദ് പാക് സൈന്യത്തോട് ആവശ്യപ്പെട്ടതായും വിവരങ്ങൾ പുറത്തുവരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാക് മുസ്ലിം പണ്ഡിതനായ മുഫ്തി ഷാ മീറിനെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. കുൽഭൂഷൺ ജാദവിനെ തട്ടിക്കൊണ്ടുപോകാൻ പോലും ISIക്ക് സഹായിച്ച വ്യക്തിയാണ് ഈ മതപണ്ഡിതൻ. ബലൂചിസ്ഥാനിലെ കൊച്ചിൽ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലാണ് സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ബൈക്കിലെത്തിയ അജ്ഞാത സംഘമാണ് ആക്രമിച്ചതെന്നാണ് വിവരം ലഭ്യമായതും. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോഴായിരുന്നു ഇദ്ദേഹത്തെയും തോക്കുധാരികൾ വെടിയുതിർത്ത് കൊല ചെയ്യുന്നത്. പാകിസ്ഥാനിലെ ഇസ്ലാമിക മതമൗലിക രാഷ്ട്രീയ പാർട്ടിയായ JIUFുമായി ബന്ധമുള്ളയാളാണ് മീർ. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ തുർബാത്തിൽ താമസിക്കുന്ന മുഫ്തി ഷാ മീർ ISIയുടെ നിർദ്ദേശപ്രകാരമാണ് നിയമവിരുദ്ധമായി മനുഷ്യക്കടത്ത് നടത്തിയിരുന്നത്. മാത്രമല്ല മയക്കുമരുന്നും ആയുധക്കടത്ത് എന്നിവയെല്ലാം തന്നെ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു. പാകിസ്ഥാനിലെ തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ പതിവായി തന്നെ സന്ദർശിക്കുകയും തീവ്രവാദ ശൃംഖലകളുടെ സജീവ അംഗവുമായിരുന്നു ഇയാൾ. അതുപോലെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഭീകരരെ നുഴഞ്ഞു കയറാൻ സഹായിക്കുന്നത് എന്നതായിരുന്നു ഇയാളുടെ പ്രത്യേക ചുമതലയായി പറയുന്നതും. ഇന്ത്യയുടെ മുൻ നാവിക ഉദ്യോഗസ്ഥനായ കുൽഭൂഷൺ ജാദവിനെ ഇറാനിലെ ചബാർ തുറമുഖ നഗരത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പാകിസ്ഥാന് കൈമാറുകയും പാക് ചാര സംഘടനയായ ISIക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന നിലയിലും ഏറെ കുപ്രസിദ്ധി നേടിയിട്ടുള്ള ഭീകരവാദിയാണ് ഇയാൾ. പാകിസ്ഥാനിലെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് രാഷ്ട്രീയ പാർട്ടിയായ JIUFന് വേണ്ടി നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇയാളുടെ അന്ത്യം കുറിക്കുന്നതും. പാക് ചാര സംഘടനയ്ക്ക് വേണ്ടി ദീർഘകാലം പ്രവർത്തിച്ച ഇയാൾ ISIയുടെ നിർദ്ദേശപ്രകാരം അഫ്ഗാനിസ്ഥാനിലേക്ക് തന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലേക്ക് തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റുന്നതിൽ മുഫ്തിക്ക് പങ്കുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം ലഷ്കർ-ഇ-തോയ്ബ രാഷ്ട്രീയ വിഭാഗം തലവനായ മൗലാന ഖാഷിദ് അലിയെ അജ്ഞാതർ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്തകളും പുറത്തു വന്നിരുന്നു. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിൽ നിന്ന് രാവിലെയാണ് സംഭവം നടന്നത്. സോബയിലെ വസതിയിൽ വെച്ചായിരുന്നു അലിക്ക് വെടിയേറ്റതും. അതേപോലെ മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് എത്തിയ അജ്ഞാതർ അലിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഭീകര സംഘടനയായ ലഷ്കർ-ഇ-തോയ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനാണ് കൊല്ലപ്പെട്ട മൗലാന കാശിഫ് അലി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.